നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായി മേഖലയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട്. കനത്ത ആക്രമണം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. ഈ വെടിനിർത്തൽ ഈ മാസം 22-ന് അവസാനിക്കേണ്ടതായിരുന്നു. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം തങ്ങൾ ആ വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ് എന്നാണ് ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഉടൻ തന്നെ ഇറാൻ ചർച്ചയ്ക്ക് വരികയും അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുകയും വേണം, അല്ലാത്ത പക്ഷം വീണ്ടും ആക്രമണം തുടരുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടുമില്ല. ഇറാൻ നിർദ്ദേശിച്ച ചില സമാധാന പദ്ധതികൾ ഇപ്പോൾ അമേരിക്ക തള്ളിയിരിക്കുകയാണ്. ഇതോടുകൂടി വീണ്ടും അമേരിക്കൻ സൈന്യം ഇറാനിൽ കയറി മേയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് 60 ദിവസം മാത്രമേ പാർലമെന്റിന്റെ അനുമതിയില്ലാതെ പ്രസിഡന്റിന് ഒരു യുദ്ധം നയിക്കാനാകൂ. ആ ഒരു അമേരിക്കൻ നിയമത്തെ മറികടക്കാനായി ഇന്നലെ ട്രംപ് ഒരു കാര്യം ചെയ്തിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇറാനുമായിട്ടുള്ള ആ യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. സെനറ്റിന് അങ്ങനെ ഒരു കത്തെഴുതിയതിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധം പൂർണ്ണമായും അവസാനിച്ചു എന്ന് അതിനർത്ഥമില്ല. അതായത് ഇനിയൊരു 60 ദിവസം കൂടി യുദ്ധം ചെയ്യാൻ പ്രസിഡന്റിന് അനുമതി കിട്ടുകയാണ് അമേരിക്കൻ നിയമപ്രകാരം. ഇതിനു വേണ്ടിയിട്ടാണ് ഔദ്യോഗികമായി ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചത്. ഇല്ല എങ്കിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനായി പാർലമെന്റിന്റെ അനുമതി ട്രംപിന് തേടേണ്ടി വരും. എന്നാൽ ട്രംപിന് അത്തരമൊരു അനുമതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 61% അമേരിക്കക്കാരും ഇറാനെതിരെ യുദ്ധം വേണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ അനുമതിക്കൊന്നും ട്രംപ് പോയില്ല. യുദ്ധം അവസാനിച്ചു എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ആ അധ്യായം അടഞ്ഞു. ട്രംപിന് പക്ഷേ പുതിയൊരു അധ്യായം തുറക്കാം. ഇനിയൊരു 60 ദിവസം കൂടി യുദ്ധം ചെയ്യാൻ ട്രംപിന് അമേരിക്കൻ നിയമം അനുമതി നൽകുന്നുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഇറാനിൽ വീണ്ടും പ്രത്യാക്രമണം നടത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക പ്രത്യാക്രമണം തുടങ്ങുന്ന ദിവസം മുതൽ കാത്തിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യവും. എല്ലാ ഒരുക്കങ്ങളും നടത്തി ഇസ്രായേൽ സൈന്യം കാത്തിരിക്കുകയാണ്. ഇസ്രായേലിന് വീണ്ടും യുദ്ധം ചെയ്യണം എന്ന ഒരാഗ്രഹമാണുള്ളത്. മാത്രമല്ല, അറബ് രാജ്യങ്ങളും ഇറാനെതിരെ വീണ്ടും യുദ്ധം വേണമെന്ന് വാദിക്കുന്ന രാജ്യങ്ങളാണ്. ഈ അറബ് രാജ്യങ്ങളുടെ എണ്ണ വ്യാപാരമടക്കം തടസ്സപ്പെട്ടു. അറബ് രാജ്യങ്ങളുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടായി. എന്നിട്ടും ഇറാനെ പാഠം പഠിപ്പിക്കണം എന്ന ഒരാഗ്രഹം തന്നെയാണ് സൗദി അറേബ്യയ്ക്കും UAE-ക്കും കുവൈറ്റിനും ഖത്തറിനുമെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയാൽ ഈ രാജ്യങ്ങളും അവർക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള ആയുധ സഹായം നൽകാൻ അമേരിക്ക കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് അമേരിക്കയും സംഘാംഗങ്ങളും ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ അങ്ങനെയൊരു ആക്രമണം ഉണ്ടായാൽ തങ്ങൾ പുതിയ ആയുധങ്ങൾ പുറത്തെടുക്കും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. നേരത്തെ തന്നെ അമേരിക്കയുമായി ചർച്ചയില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം തുടരുന്നതിനിടെ വലിയ പ്രതിസന്ധിയിലാവുകയായിരുന്നു. ഇറാന്റെ വരുമാനം നിലച്ചതോടുകൂടി ഇറാൻ സമാധാന ചർച്ചകൾക്ക് വീണ്ടും നിർബന്ധിതരാവുകയായിരുന്നു. അങ്ങനെ അമേരിക്കയുമായി നേരിട്ടല്ലെങ്കിലും പാകിസ്ഥാൻ പ്രതിനിധി സംഘവുമായി ഇറാൻ ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഇറാൻ ചില നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ വഴി സമർപ്പിച്ചിരുന്നത്. ആ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തള്ളിയിരിക്കുന്നത്. ഇനി ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ പുതിയ ആയുധങ്ങൾ പുറത്തെടുക്കും, പുതിയ മേഖലകളെ ആക്രമിക്കും എന്നും ഇറാൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ അതിർത്തികളിലേക്കായിരുന്നു. അതായത് അമേരിക്കയുടെ സേനാ ക്യാമ്പുകളുള്ള സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ മേഖലകൾ തിരഞ്ഞെടുത്ത് ആക്രമണം നടത്തും എന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ ആശങ്കയോടുകൂടിയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കാണുന്നത്. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങൾ ഇറാൻ ആക്രമിക്കുമോ, അതോ ഈ ഗൾഫ് രാജ്യങ്ങൾക്കപ്പുറം അമേരിക്കയുടെ സേനാ താവളങ്ങളിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഇറാൻ അയക്കുമോ? ഇതെല്ലാമാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. സമാധാനമെങ്കിൽ സമാധാനം, അതല്ലെങ്കിൽ യുദ്ധം എന്ന ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ നിലപാടെടുത്തിരിക്കുന്നത്. അതായത് ഇനിയും ഇറാന് യുദ്ധം ചെയ്യാൻ കഴിവുണ്ട് എന്ന് ഇറാൻ പറയുകയാണ്. ഇറാൻ എന്ന രാജ്യത്തെ സമ്പൂർണ്ണമായി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അഹങ്കാരത്തിന് കുറവില്ലാതെ
യുദ്ധത്തിന് തയ്യാർ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാനുള്ള അധികാരം വിട്ടുകൊടുക്കില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും തങ്ങൾക്ക് ആണവായുധം കിട്ടിയേ അടങ്ങൂ എന്ന ഒരു നിലപാടിലാണ് ഇറാൻ. എന്നാൽ ഒരു കാരണവശാലും ഇറാന് ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല. അതിന് ഇസ്രായേലെ പോലെയുള്ള രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും തടയുകയാണ് അമേരിക്ക. ഇങ്ങനെ സൈനിക നടപടിയിലൂടെ ഇറാനെ ഇല്ലാതാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുകയാണ് അമേരിക്കൻ സൈന്യം എന്നാണ് സൂചന. ഇപ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ വലിയ വിന്യാസമുണ്ട്. മാത്രമല്ല, ഇറാനെ വളഞ്ഞ് അമേരിക്കയുടെ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും നിൽക്കുകയാണ്. 45 ദിവസമോ അല്ലെങ്കിൽ 60 ദിവസമോ ഒന്നും ട്രംപിന് ആവശ്യമില്ല. ഇറാനെ തീർക്കാനായി ഒരേ ഒരു ദിവസം മതി എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ എല്ലാ പ്രസ്താവനകളെയും എല്ലാ അവകാശവാദങ്ങളെയും ഇപ്പോൾ അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളുമൊത്ത് വീണ്ടും ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് അമേരിക്ക. അതേസമയം അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പ് ഇറാനും നടത്തുന്നുണ്ട്. ഇറാന്റെ വരുമാനം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലേക്ക് അല്ലെങ്കിൽ കടലിടുക്ക് വഴി ഇറാന്റെ തുറമുഖത്തേക്ക് ഒരു കപ്പലുകളും അടുപ്പിക്കാൻ അമേരിക്ക അനുവദിക്കുന്നില്ല. 45ഓളം ഇറാൻ കപ്പലുകളാണ് അമേരിക്ക കടലിടുക്കിൽ വെച്ച് തടഞ്ഞത്. ഇതിൽ ചില കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം ഈ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക തുടരുകയാണ്. ഇങ്ങനെ തങ്ങളെ ഉപരോധിക്കുന്നത് തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടും. ഒരു കപ്പലുകളും അതുവഴി പുറത്തേക്ക് വിടില്ല എന്ന നിലപാടിൽ ഇറാനും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറന്നില്ലെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള നിരവധി രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യങ്ങൾ മറ്റു ചില അടിയന്തിരമായ കാര്യങ്ങൾ നടത്തുകയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില റോക്കറ്റ് പോലെ കുതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ LPGയുടെ വില കൂടാൻ ആരംഭിച്ചിട്ടുണ്ട്. പെട്രോൾ വില വർദ്ധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും സ്വതന്ത്ര ഏജൻസികൾ പറയുന്നത് അധികം താമസിക്കാതെ കേന്ദ്ര സർക്കാരിന് പെട്രോളിയം വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ ലിറ്ററിന് 20 രൂപ വരെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ നഷ്ടം സഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ പെട്രോളിന് 20 മുതൽ 25 രൂപ വരെ ലിറ്ററിന് വില കൂടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പക്ഷേ ദിവസങ്ങൾ നീളുന്ന ആക്രമണമായിരിക്കില്ല എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് സർവം സംഹരിച്ച് മടങ്ങാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. മടങ്ങുന്ന വഴിയിൽ ക്യൂബയെയും തീർക്കണം എന്നും അമേരിക്ക ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്നെ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുകയുമാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം കനക്കുന്നു. ലോകമെമ്പാടും പ്രതിസന്ധിയും ഉരുണ്ടുകൂടുന്നു.